രമേശ് ചെന്നിത്തല നമ്മുടെ നേതാവാണ്. വി ഡി സതീശൻ എൻ്റെ നേതാവാണ്. KC വേണുഗോപാലും എൻ്റെ നേതാവാണ്. ഈ ആരാണോ ജാഥ നയിക്കുന്നത് അവര് പിണറായി വിജയന്റെ കോലം കത്തിച്ചാൽ ഞാൻ അതിനെ എതിർക്കില്ല. ഗോവിന്ദന്റെ കോലം കത്തിച്ചാൽ ഞാൻ എതിർക്കില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. വി ഡി സതീശന്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. കാര്യം അവരൊക്കെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയവരാണ്. അയാൾക്ക് സീറ്റ് കൊടുത്താളെ പിന്നാലെ കൂടുക അല്ല, ജനങ്ങളെ തെരഞ്ഞെടുത്തവര് MLA-മാരെ തെരഞ്ഞെടുത്ത ജനങ്ങളാണല്ലോ. ഈ ചോദ്യം നിങ്ങൾക്ക് MLA-മാരോട് ചോദിച്ചൂടെ? നിങ്ങൾ അവരോട് ചോദിക്കുന്നേ. നിങ്ങളിവിടെ ഉദുമയിൽ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ MP എന്ന നിലയ്ക്ക് പറയട്ടെ, ഞാൻ MP എന്ന നിലയ്ക്ക് ഞാനായി രണ്ടുപേരെയും ജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. നീലാണ്ടൻ എന്നോട് ചോദിച്ചു ആരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നീലാണ്ടനോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു തൻ്റെ മനസ്സാക്ഷി ആരെയാണോ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക. MP-ക്ക് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു ആ പറയുന്ന ആളിന് വേണ്ടി അനുകൂലിക്കുക. ഞാൻ സന്ദീപ് വാര്യടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഉത്തരവാദിത്വമാണ് അവര് ആരോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാൻ. ആ അവകാശമൊന്നും ആരും എനിക്ക് തീരെഴുതി തന്നിട്ടില്ല. ഈ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തുറന്നു പറയാൻ നേതാക്കൾക്കൊക്കെ ഭയമാണ്. താങ്കളടക്കം സത്യം വിളിച്ചു പറയുമ്പോഴും ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ പലപ്പോഴും മുന്നോട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനാണ്. രമേശ് ചെന്നിത്തലയുടെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം. വി ഡി സതീശന്റെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം. അപ്പോ പിന്നെ KC വേണുഗോപാലിന്റെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം. അപ്പൊ ഈ മൂന്ന് പേര് തമ്മിൽ ഒരു മത്സരം നടക്കുമ്പോൾ ഒരു കക്ഷി പിടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാനില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്, ഈ മൂന്ന് പേർക്കും അവരുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകാം. തെരുവിലെ പ്രകടനം ഒഴിച്ച് തെരുവിലും പോകാം. പക്ഷേ രമേശ് ചെന്നിത്തല നമ്മുടെ നേതാവാണ്. വി ഡി സതീശൻ എൻ്റെ നേതാവാണ്. KC വേണുഗോപാലും എൻ്റെ നേതാവാണ്. ഈ ആരാണോ ജാഥ നയിക്കുന്നത് അവര് പിണറായി വിജയന്റെ കോലം കത്തിച്ചാൽ ഞാൻ അതിനെ എതിർക്കില്ല. ഗോവിന്ദന്റെ കോലം കത്തിച്ചാൽ ഞാൻ എതിർക്കില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. വി ഡി സതീശന്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. കാര്യം അവരൊക്കെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു കക്ഷി പിടിക്കാൻ ഞാനില്ല. എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. MLA-മാര് അവരുടെ അഭിപ്രായം തലേന്നി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കേണ്ടി വരുമല്ലോ. ജനങ്ങൾ അപ്പൊ തീരുമാനിക്കൂലേ? അത് ജനങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താ ആവശ്യം? അത് ജനങ്ങൾ അല്ല. അത് ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങൾ ഒരാളല്ലേ? ജനം തീരുമാനിക്കുന്ന കാര്യത്തിൽ 6 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോ തോറ്റുപോയാൽ ഈ 102 എന്ന് പറയുന്ന മഹാവിജയത്തിന്റെ ശോഭ കെട്ടില്ലേ? ജനങ്ങളോട് കോൺഗ്രസ് കാണിക്കുന്നല്ലേ? നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട. ഞങ്ങള് ഇവിടെ ആരെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത് ആ മുഖ്യമന്ത്രി 5 കൊല്ലം കേരളം ഭരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ജയിക്കും. നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി ഞാൻ എത്താനാ. അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. ഞാനെന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണോ അയാൾ 5 വർഷവും കേരളം ഭരിച്ചിരിക്കും. ഒരു വിവാദവും ഉണ്ടാവില്ല. ഹൂ എവർ മേ ബി സെലക്ടഡ് ബൈ ദി ഹൈക്കമാൻഡ്, ഹി വിൽ റൂൾ.